ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ ഗോവിന്ദ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ ഗോവിന്ദ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. ആദ്യമായി ദേവിയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ പ്രണാമം. കൂടിയിരിക്കുന്ന സജ്ജനങ്ങൾക്കും എൻ്റെ പ്രണാമം. അതിമനോഹരമായി ഭാഗവത സത്രം ഇവിടെ നടന്നു പോരുന്നു. ഒരു അരമുക്കാ മണിക്കൂർ ശ്രീമദ് ഭാഗവതവും അതിൻ്റെ സയൻസ് വശവുമാണ് നമ്മളിവിടെ വിവരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വിവരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ സത്രവേദിയിൽ 50 വയസ്സിന് കൂടുതൽ ഉള്ളവരാണ് സത്രവേദിയിൽ കൂടുന്നത് അധികം. 50 വയസ്സിന് താഴെ ഉള്ളവർ, 40 വയസ്സ് 30 വയസ്സുകാരൊക്കെ സാധാരണ സത്രവേദിയിൽ അല്പം കുറവാണ്. ഞാൻ പറയുന്നത് എത്ര പേര് സമ്മതിക്കുന്നു? സമ്മതിക്കുകയാണെങ്കിൽ കൈ ഉയർത്തുക. എല്ലാവരും സമ്മതിച്ചു. പ്രായം കൂടുതലുള്ളവരാ സത്രവേദിയിൽ കൂടുന്നത്. എന്നാൽ ശ്രീമദ് ഭാഗവതത്തിൽ 7-ാം സ്കന്ധത്തിൽ പ്രഹ്ലാദൻ പറയുന്നു, 5 വയസ്സ് കൗമാരേത് ആചരേത് പ്രജ്ഞോ ധർമാൻ ഭാഗവതാൻ ഇഹ. കുമാരപ്രായം എന്ന് പറയുമ്പോൾ 1 മുതൽ 5 വയസ്സ്. ആ പ്രായത്തിൽ വേണം ഭാഗവതം തുടങ്ങാൻ, പഠിക്കാനും ശ്രവിക്കാനും ഒക്കെ തുടങ്ങാൻ. 5 മുതൽ 10 വയസ്സ് പൗഗണ്ഡ, 10 മുതൽ 15 വയസ്സ് ബാലൻ, 15 മുതൽ 20 വയസ്സ് കൈശോരം, കിഷോർ പ്രായം. കൗമാരേത് ആചരേത് പ്രജ്ഞോ, 5 വയസ്സിൽ ഇത് തുടങ്ങണം എന്നാണ് പ്രഹ്ലാദൻ ഉപദേശിക്കുന്നത്. പക്ഷേ പൊതുവെ ശ്രീമദ് ഭാഗവത വേദിയിൽ ഈ ചെറുപ്പക്കാരൊക്കെ വരുന്നത് വളരെ കുറവാണ്. ഇതിൽ താല്പര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് വയസ്സായ ആൾക്കാർക്കുള്ളതാണ്, നമുക്കുള്ളതല്ല എന്ന ഒരു ചിന്ത. പക്ഷേ ശ്രീമദ് ഭാഗവതം അതിമനോഹരമായി ശാസ്ത്രീയമായി നമ്മൾ അതിൻ്റെ ആഴത്തിൽ ഇറങ്ങി അതിൻ്റെ സിദ്ധാന്തം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചും നമ്മുടെ മനസ്സിനെക്കുറിച്ചും ഒരു മനുഷ്യൻ്റെ ദേഷ്യം, ചിന്തകൾ, വികാരം, വിചാരം, ഇതെല്ലാത്തിനെക്കുറിച്ച് അതിമനോഹരമായി ഭാഗവതത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ
ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ദേഷ്യമുണ്ട്? നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം ആർക്കുമില്ല. ദേഷ്യം ആർക്കുമില്ല. പക്ഷേ ശ്രീമദ് ഭാഗവതം പറയുന്നു, ഒരു മനുഷ്യൻ്റെ ജീവിത ആയുസ്, ജീവിത ദൈർഘ്യം പ്രായം കൊണ്ടോ ദിവസം വർഷം കൊണ്ടോ നിശ്ചയിച്ചിട്ടല്ല. ഒരു മനുഷ്യൻ്റെ ലൈഫ് ടൈം, ജീവിത ദൈർഘ്യം അവൻ്റെ ശ്വാസോച്ഛ്വാസം കൊണ്ടാ നിയന്ത്രിച്ചിരിക്കുന്നത്. യസ്യൈ കനിശ്വസിത കാലമഥാവലംബ്യ ജീവന്തി ലോമാ വിലജ ജഗദന്ധനാഥ. ശ്വാസകാലം. അപ്പം നമ്മൾ പ്രാണായാമം, യോഗയൊക്കെ ചെയ്യുമ്പോൾ ശ്വാസത്തിനെ നിയന്ത്രിച്ച് ശ്വാസം പതുക്കെ വിടുകയും പതുക്കെ വലിക്കുകയും ചെയ്യും. അവരുടെ ജീവിത ദൈർഘ്യം അല്പം കൂടുതലാണ്. അതേസമയം മനുഷ്യന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ശ്വാസം എടുക്കും, ദേഷ്യം വന്നാൽ. അപ്പോൾ ആ മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്ന ശ്വാസം അത് പെട്ടെന്ന് വലിച്ചു തീരുകയും അവൻ മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധത്തിൽ ഒരു അമ്മയുടെ വയറ്റിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഇത് സയൻസാണ്. ഭാഗവതം പ്രഥമ സ്കന്ധത്തിൽ ഗരുഡ പുരാണത്തിൽ വിശദീകരിക്കുന്നു ഒരു അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് എന്താ സംഭവിക്കുന്നത്. നമ്മളെല്ലാവരും അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരാണ്. ഫ്രിഡ്ജിൽ നിന്ന് വന്നവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എല്ലാവരും അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരാണ്. അമ്മയുടെ വയറ്റിനകത്ത് 2 സഞ്ചി, ഇതെല്ലാം ഭാഗവതത്തിലുള്ളതാണ്. അമ്മയുടെ വയറ്റിനകത്ത് 2 സഞ്ചി, ഒരു സഞ്ചി ഭക്ഷണത്തിൻ്റെയും ഇനിയൊരു സഞ്ചി കുഞ്ഞു കിടക്കുന്നത്. നമ്മളെല്ലാവരും അമ്മയുടെ വയറ്റിനകത്ത് തലകുത്തനെ, ഒരു കശുവണ്ടിയെ പോലെ തലകുത്തനെ തലതിരിഞ്ഞ് ജനിച്ചവരാ നമ്മളെല്ലാവരും. ഈ ഭക്ഷണം കഴിക്കുന്ന സഞ്ചിക്കും കുഞ്ഞു കിടക്കുന്ന സഞ്ചിക്കും നടുക്ക് ഒരു പൊക്കിൾ കൊടിയുടെ കണക്ഷൻ ഉണ്ട്. അമ്മ കഴിക്കുന്ന ഭക്ഷണം പ്രാണവായുവായി, ലിക്വിഡ് ഓക്സിജനായിട്ട് ഈ ട്യൂബിൽ കൂടെ, ഇത് പൊക്കിൾ കൊടിയിൽ കൂടെ കുഞ്ഞിന് ചെല്ലും. അപ്പോ 5-ാം മാസം വരെ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് കുഞ്ഞ് ഉറക്കവസ്ഥയില്ല, ഉറങ്ങിക്കിടക്കുകയാണ്. 5-ാം മാസം തികയുമ്പോൾ പതുക്കെ കയ്യും കാലും ഒക്കെ വളർന്നു തുടങ്ങി. ആ കുഞ്ഞിന് ബോധം വന്ന് തുടങ്ങി. അതുവരെ ഉറക്കവസ്ഥയില്ല. അപ്പോൾ ആ കുട്ടിക്ക് പതുക്കെ ബോധം വെച്ച് തുടങ്ങി. അപ്പം ഈ അമ്മ കഴിക്കുന്ന ഭക്ഷണവും പ്രാണവായു രണ്ടും ഈ പൊക്കിൾ കൊടിയിൽ കൂടെയാ അകത്ത് പോകുന്നത്. അമ്മ എന്താ ചെയ്യുക? ഉള്ളിവട, മുളക് ബജ്ജി, ചൂട് ചായ ഊതി ഇതെല്ലാം കുടിക്കും. ഇല്ലേ? നമ്മൾ ഈ മുളകൊക്കെ എടുത്ത് പച്ചമുളക് തേച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതെല്ലാം ആ കുട്ടിക്ക് വയറ്റിനകത്ത് പോവുക. അപ്പൊ ഇവൻ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഇവൻ സഹിക്കാൻ പറ്റാതെ അതിനകത്ത് ഇങ്ങനെ നെളിഞ്ഞ് ഇങ്ങനെ വളഞ്ഞ്, അത് അവന് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അമ്മ വിചാരിക്കുന്നു അവൻ സ്നേഹം കൊണ്ട് എന്നെ ചവിട്ടാണ്, ബട്ടർഫ്ലൈ എഫക്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ വളരെ സന്തോഷവതിയാ. പക്ഷേ അവൻ പാവം അകത്ത് കഷ്ടപ്പെടുകയാണ്. ഭാഗവതത്തിൽ പറയുന്നു, ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞു പറയുന്നു, നാരായണ, ഇനി ഞാൻ ഇതിനകത്ത് പ്രവേശിക്കില്ല, മതി, എനിക്ക് മതി, ഇനി ഒരു ജന്മം എനിക്ക് വേണ്ട, ഇപ്രാവശ്യം ഞാൻ അങ്ങയുടെ തൃപ്പാദങ്ങളെ മറക്കില്ല, ഇത് സത്യം 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 എന്ന് ഗർഭപാത്രത്തിനകത്ത് ആ കുഞ്ഞ് സത്യപ്രതിജ്ഞ എടുക്കുകയാണ്. നോക്കിക്കോളൂ, ജനിക്കുന്ന കുഞ്ഞ് കരച്ചലിൽ തുടങ്ങി മരണം കരച്ചലിൽ അവസാനിക്കുന്നു. കരച്ചലിൽ തുടങ്ങി കരച്ചലിൽ അവസാനിക്കുന്ന ഒരു മനുഷ്യ ജീവിതം, ദുഃഖാലയം, അശാശ്വതം. അപ്പൊ ഇവൻ അകത്ത് കിടക്കുക.
ഇപ്പം ഇവിടെ ഇത്രയും സജ്ജനങ്ങൾ കൂടിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ ഇവിടെ ഇത് എത്രയും സജ്ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുക. ഇവിടെ ഉള്ളവരിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട് ഒരിക്കൽ കൂടെ ആലപ്പുഴ ജില്ലയിൽ ജനിച്ച് ഒരിക്കൽ കൂടെ സ്കൂളിലൊക്കെ പോയി അതേ ഭർത്താവിനെയും ഭാര്യയും ഒരിക്കൽ കൂടെ വിവാഹം കഴിച്ച് ഈ ജീവിതം ഒരിക്കൽ കൂടെ ആവർത്തിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? കൈ ഉയർത്തുക. ഒരാൾ മാത്രം, 2 പേര്, 3, 4. ശരി, എത്ര പേർക്ക് വേണ്ട? അതിനാണ് കൂടുതൽ കൈയുള്ളത് അല്ലേ? അപ്പോ ഇവൻ ഗർഭപാത്രത്തിൽ 5-ാം മാസം ബോധം വന്ന ഉടനെ ആ കുഞ്ഞ് പറയാ, ദൈവമേ ഇനി വേണ്ട. യഥാർത്ഥ സഹോദരന്മാർ, സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ ഉദരം, ഉദരം എന്ന് വെച്ചാൽ വയറ്. ഒരു അമ്മയുടെ വയറിനെ പങ്കുവെക്കുന്നവരാണ് സഹോദരൻ സഹോദരി. ഗരുഡ പുരാണം പറയുന്നു, നമ്മുടെ യഥാർത്ഥ ആദ്യത്തെ സഹോദരന്മാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വയറ്റിനകത്തുണ്ടായിരുന്ന പുഴുക്കളാണ്. അവരാണ് ആദ്യത്തെ സഹോദരന്മാർ. അവർ കടിക്കും. ഈ കുഞ്ഞു പറയും, ഇനി വേണ്ട, എനിക്ക് ഇനിയൊരു ജന്മം വേണ്ട. ഷൊർണൂറിൻ്റെ അടുത്ത് തിരുവിൽവാമല എന്നൊരു ക്ഷേത്രമുണ്ട്. ആരെങ്കിലും പോയവരുണ്ടോ? തിരുവിൽവ ഒത്തിരി പേര് പോയിട്ടുണ്ട്. അവിടെ അക്ഷയതൃതീയയ്ക്ക് ഒരു ഗുഹ, ഒരു കേവ് തുറക്കും. അതിനകത്ത് പ്രവേശിച്ചവരാരെങ്കിലും ഉണ്ടോ? വർഷത്തിലൊരിക്കൽ അക്ഷയതൃതീയയുടെ ദിവസം മാത്രം ആ ഗുഹ തുറക്കും. ആ ഗുഹയ്ക്ക് പുനർജനി എന്നാണ് പേര്. എന്ന് വെച്ചാൽ ഒരു അമ്മയുടെ ആമാശയം, വയറിൻ്റെ ആകൃതിയിലാണ് ഈ ഗുഹയുള്ളത്. അക്ഷയതൃതീയയ്ക്ക് മാത്രം വർഷത്തിലൊരിക്കലേ അത് തുറക്കത്തുള്ളൂ. താല്പര്യമുള്ളവർ അടുത്ത വർഷം, വരാൻ പോകുന്ന അക്ഷയതൃതീയ ഏപ്രിൽ എൻഡിൽ വരും. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് കയറണം. പുനർജനി, അമ്മയുടെ വയറിൻ്റെ രൂപത്തിലാണ് അത്. ആ ഗുഹ വർഷത്തിൽ ഒരിക്കലേ തുറക്കത്തുള്ളൂ അക്ഷയതൃതീയയുടെ. നമ്മൾ കയറുമ്പോൾ നേരെ നടക്കും. ശരിക്കും കയറാൻ പറ്റും. വലിയ ഒരു ദ്വാരമാണ്, വലുതാണ്, കയറാൻ പറ്റും. കയറി ഒരു 4 ചുവടെടുത്ത് മുന്നിൽ വെക്കുമ്പോൾ ഇത് ഒന്ന് ചെറുതാകും. അപ്പോൾ ഒന്ന് കുനിയണം. വീണ്ടും ഒരു 4 ചുവട് വെക്കുമ്പോൾ അത് വീണ്ടും ചെറുതാകും, മുട്ടുകുത്തി അകത്ത് പോകണം. പിന്നെ ഒരു 4 ചുവട് വെക്കുമ്പോൾ അത് ഒരു ട്യൂബ് പോലെ ആകും, കിടന്നങ്ങ് എഴയണം. അപ്പം നമ്മൾ വിചാരിക്കും മണ്ടത്തരമായി തിരിച്ചു പോവാന്ന് വിചാരിക്കും. പക്ഷെ തിരിയാൻ പറ്റൂല. മുന്നിൽ മാത്രമേ ഇപ്പൊ പോവാൻ പറ്റുള്ളൂ. കാരണം ഈ സത്യം അറിയാതെ ബാക്കിൽ 20 പേരുണ്ട്. ഇനി അകത്ത് ഇങ്ങനെ നെളിഞ്ഞു പോകുമ്പോൾ, ഇത് വർഷത്തിലൊരിക്കൽ തുറക്കുന്നത് കൊണ്ട് അകത്തിരുന്ന് എലി പെരിച്ചാഴി എല്ലാം കൂടെ വരും, ഒന്നും കാണാൻ പറ്റില്ല. അകത്ത് ആൾക്കാർ ഈശ്വരനെ വിളിക്കുന്നത് പുറത്തിരുന്ന് കേൾക്കാം. ദൈവമേ, കൃഷ്ണ, രാമ ഒക്കെ കേൾക്കാം. പിന്നെ ഈ ട്യൂബ് എന്താവും വെച്ചാൽ ഈ സി പോലെ ഇങ്ങോട്ട് വളയും ബാക്കിൽ. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എഴഞ്ഞ് റിവേഴ്സിൽ എഴയണം. നമ്മൾ സർവത്ര ദൈവങ്ങളെയും വിളിക്കും. അങ്ങനെ ഒരു അല്പം ഇവിടെ ഇരുന്ന് ആ സ്റ്റാൻഡ് വരെ ഇത്ര എഴയുമ്പോൾ സൂര്യപ്രകാശം കിട്ടും. അവിടെ ആൾക്കാരുണ്ടാവും. നമ്മളെ ഒരേ വലി പുറത്തെടുക്കും. നമ്മൾ പുറത്ത് വന്നോണേ
1 മിനിറ്റ് നമുക്ക് സൗണ്ട് വരില്ല. എല്ലാവരും ചോദിക്കും, ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു, നന്നായിരുന്നു, നല്ല അനുഭവമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഭാവം മാറും. ഇതാണ് അമ്മയുടെ ഗർഭപാത്രം. 5-ാം മാസം വരെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ് 5-ാം മാസം ബോധമുണരും. അമ്മ എന്ത് ചെയ്യുമോ അത് കുഞ്ഞിൻ്റെ സ്വഭാവം. കുഞ്ഞൊരു സ്പോഞ്ച് പോലെ. സ്പോഞ്ചിനെ വെള്ളത്തിലിട്ടാൽ വെള്ളം വലിച്ചെടുക്കും, സ്പോഞ്ചിനെ എണ്ണയിലിട്ടാൽ എണ്ണ വലിച്ചെടുക്കും. അമ്മ എന്തെല്ലാം ചെയ്യുമോ അത് കുഞ്ഞിൻ്റെ ബോധമായി റിഫ്ലക്റ്റ് ആവും. ഈ കുട്ടി പഠിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, പ്രഹ്ലാദൻ ശ്രീമദ് ഭാഗവതം എവിടെ ഇരുന്നാ കേട്ടത്? സ്കൂളിൽ പോയാ? ഖയാത്തു, അമ്മയുടെ ഗർഭപാത്രത്തിനകത്തിരുന്നാ കേട്ടത് പ്രഹ്ലാദൻ. അഭിമന്യു മഹാഭാരതത്തിൽ ചക്രവ്യൂഹം എവിടെ ഇരുന്നാ പഠിച്ചത്? സുഭദ്രയുടെ ഗർഭത്തിനകത്തിരുന്ന. അവിടെ അകത്തിരിക്കുന്നു. 6-ാം മാസം കൃഷ്ണനും അർജുനനും ചർച്ച ചെയ്യുന്നു, ഗർഭത്തിലുള്ള കുട്ടി കേൾക്കുന്നു. 5-ാം മാസം കഴിഞ്ഞാൽ അമ്മ ചെയ്യുന്നതെല്ലാം ഈ കുഞ്ഞങ്ങ് ഗ്രഹിക്കും, എല്ലാം വലിച്ചെടുക്കും. അപ്പോ കുട്ടിയുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ കുട്ടിയെ തല്ലരുത്. ആരെ തല്ലണം? അമ്മയും അച്ഛനെ എല്ലാവരും തല്ലണം. 5-ാം മാസം മുതൽ ഈ കുഞ്ഞ് ഇതെല്ലാം ഗ്രഹിച്ചെടുക്കാണ്, ഈ സ്വഭാവങ്ങളെല്ലാം ഗ്രഹിച്ചെടുക്കുന്നു. അങ്ങനെ ഒരു റിഫ്ലക്ഷൻ. കാരണം കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിനേക്കാളും അനുസരണയെക്കാളും അനുകരണ കൂടുതലാണ്. എത്ര പേര് വീട്ടിൽ കണ്ടിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ അച്ഛൻ്റെ ചെരുപ്പ് അമ്മയുടെ ചെരുപ്പൊക്കെ ഇട്ട് നടക്കും? എത്ര പേര് വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്? എല്ലാവരും വീട്ടിൽ. അവൻ്റെ ചെരുപ്പ് എടുക്കില്ല, അവനൊരു കുഞ്ഞു ചെരുപ്പുണ്ട് ലൈറ്റൊക്കെ കത്തുന്നത്, ആ ചെരുപ്പ് എടുക്കില്ല, അച്ഛൻ്റെ ചെരുപ്പ് എടുത്തിട്ട്. കാരണം കുഞ്ഞുങ്ങൾ ആദ്യം അനുസരണയല്ല അനുകരണ. വലിയവർ ചെയ്യുന്നതിനെ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പൊ 5-ാം മാസം വരെ ഉറങ്ങിക്കിടന്ന കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് 5-ാം മാസം മുതൽ അച്ഛനും അമ്മയും എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം അങ്ങോട്ട് ഗ്രഹിക്കാൻ തുടങ്ങും. ഈ അമ്മ എന്താ ചെയ്യുന്നത്? ഉള്ള TV സീരിയൽ മുഴുവൻ അങ്ങിരുന്ന് കാണും, അല്ലെങ്കിൽ രാത്രി മുഴുവനും ഫോണ് തുടച്ചിരിക്കും. ഇതെല്ലാം ആരുടെ സ്വഭാവമായി തീരും? ആ കുഞ്ഞിൻ്റെ സ്വഭാവമായി തീരും. അവൻ ജനിക്കുമ്പോൾ ഒരു ബിൻ ലാദനായിട്ട് വരും. പുറത്തു വരുമ്പോൾ ലാളനം പഞ്ചവർഷിണി, താടനം ദശവർഷിണി. അതും ശാസ്ത്രത്തിൽ പറയുന്നു. ആദ്യത്തെ 5 വയസ്സ് വരെ അമ്മ എന്ത് ചെയ്യണം? ലുല്ലു, ജുജു, പപ്പി, പിപ്പി ലാളിക്കുക. 5 മുതൽ അടുത്ത 10 വർഷം താടനം ദശവർഷിണി. താടനം എന്ന് വെച്ചാൽ എടുത്തിട്ട് അടിക്കുക എന്നല്ല, ഒന്ന് പേടിപ്പിച്ച് ഒന്ന് കുറച്ചൊക്കെ ഇതാക്കി അവനെ രൂപപ്പെടുത്തിയെടുക്കണം. 5 വയസ്സ് വരെ അമ്മയുടെ ഉത്തരവാദിത്തം, 5 മുതൽ 15 വരെ അച്ഛൻ്റെ ഉത്തരവാദിത്തം. പിന്നെ ഗുരുവിനെ ഏൽപ്പിക്കുന്നു. തോള് വരെ ഉയർന്നാൽ അവൻ മിത്രനും, തോളിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ അവൻ നമ്മുടെ യജമാനനുമായി തീരുന്നു. വലിയൊരു ഉത്തരവാദിത്തമാണ് മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അങ്ങനെ ഈ കുട്ടി അമ്മയുടെ വയറ്റിനകത്തിരുന്ന് 5-ാം മാസം മുതൽ എല്ലാം ഗ്രഹിച്ച് 9 മാസം തികയുമ്പോൾ ഈ കുഞ്ഞു പുറത്തു വരുന്നു. എന്തൊരു അത്ഭുതകരമാണ്! ആ കുഞ്ഞു പുറത്തു വന്ന ഉടനെ ആ ഡോക്ടർ നഴ്സ് പൊക്കിൾ കൊടി കട്ട് ചെയ്യും. അതുവരെ കുഞ്ഞിന് പ്രാണവായു കിട്ടിയത് ആ പൊക്കിൾ കൊടിയിൽ കൂടെയാണ്, ലിക്വിഡ് ഓക്സിജൻ. ഭക്ഷണം വന്നത് ആ പൊക്കിൾ കൊടിയിൽ കൂടെയാണ്. കുഞ്ഞു പുറത്തു വന്ന ഉടനെ ആ പൊക്കിൾ കൊടിയെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞ് ജഡമാണ്, ജീവനില്ല, ജഡമാണ്. ഉപനിഷത്തിലൊരു ചോദ്യം, ആ കുഞ്ഞിന് ആരാ പ്രാണൻ കൊടുത്തത്? ദൈവം പരമാത്മാ പറഞ്ഞു ആ ജീവന്റെ അടുത്ത് നീ ശ്വസിക്കി എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ശ്വസിക്കാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ. ഇതൊരു അത്ഭുതം. ഈ മെഷീൻ എങ്ങനെ സ്റ്റാർട്ടായി? പുറത്തു വന്ന ഉടനെ പൊക്കിൾ കൊടി കട്ട് ചെയ്ത പാടി ഇത് ജഡമായി കഴിഞ്ഞു, ജീവനില്ലാത്ത അവസ്ഥയായി. ഉടനെ നഴ്സ് എന്ത് ചെയ്യും? അതിനെ പിടിച്ച് തലകുത്തിന് തൂക്കി ബാക്കിൽ 2 അടി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. തലകുത്തിന് ആ കുഞ്ഞിനെ എടുത്ത് വെച്ച് പുറകെ 2 അടി കൊടുക്കുമ്പോൾ ഈ ഒരു മഹാ അത്ഭുതം, ശ്വാസം വലിച്ചു തുടങ്ങി. എങ്ങനെ? ആർക്കും അറിയില്ല. ഉപനിഷത്ത് പറയുന്നു പരമാത്മാ ദൈവം പറഞ്ഞു ജീവൻ ശ്വസിക്കട്ടെ എന്ന്, അത് ശ്വസിക്കാൻ തുടങ്ങി. പക്ഷേ ആധുനിക ആൾക്കാർ
പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല. വീണ്ടും നമുക്കൊരു ജന്മമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. പുനർജന്മമുണ്ട്. ഒരു ആശുപത്രിയിൽ രാവിലെ 10 കുഞ്ഞുങ്ങൾ ജനിച്ചു എന്നിരിക്കട്ടെ. ചിലർ പൈസക്കാരുടെ മക്കളായി ജനിച്ചു, ചിലർ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു, ചിലർ ജനിച്ചപ്പോൾ തന്നെ അംഗവൈകല്യത്തോട് ജനിച്ചു. കണ്ണ് കാണാൻ പറ്റില്ല, ചെവി കേൾക്കാൻ പറ്റില്ല. ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരേ നേരത്ത് ജനിച്ച കുഞ്ഞുങ്ങളിൽ ഇത്രയും വ്യത്യാസം. ചിലർ സുഖിക്കുന്ന വീട്ടിലും ചിലർ ദുഃഖിക്കുന്ന വീട്ടിലും. എന്തായിരിക്കും കാരണം? എന്ത് കാരണം? ഒന്നാ ദൈവം മണ്ടനാവണം. നീ 13-ാം നമ്പർ വീട്ടിൽ പോ, നീ 15-ലേക്ക് പോ, നീ അശോക് നഗറിൽ പോ എന്നൊക്കെ പറഞ്ഞു വിടാൻ. അല്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കണം. എന്താണ് കാരണം? മുൻജന്മം. പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. നമ്മൾ വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചില്ലെങ്കിലും ശരി, പൂർവജന്മത്തിന്റെ തുടർച്ച തന്നെയാണ് ഈ ജന്മവും. പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. തൃശ്ശൂരില് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രമുണ്ട്. എത്ര പേര് പോയിട്ടുണ്ട്? ആരെങ്കിലും പോയിട്ടുണ്ടോ? ഭരതക്ഷേത്രം കൂടൽമാണിക്യം. പൗരാണിക കാലത്ത് അവിടെ ചുമരിൽ എഴുതി വെച്ചത് ഇപ്പൊ കുറെയൊക്കെ മാഞ്ഞുപോയി, എന്നാലും അവിടെ ഉണ്ട്. എന്താണ്? ആര് എന്തായി ജനിക്കും. പുരാണങ്ങളിലുണ്ട് ആര് എന്തുകൊണ്ട് ജനിക്കുന്നു, എങ്ങനെ ജനിക്കുന്നു, ആരെങ്ങനെ ജനിക്കും. ഇപ്പൊ ഒന്നും വേണ്ട, ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ ഒത്തിരി പേര് കണ്ണട ഇട്ടിരിക്കണം. ഉടനെ നമ്മൾ ഗരുഡ പുരാണം എടുക്കുന്നു. ശാന്തമ്മ എന്തിനാണ് കണ്ണട ഇട്ടിരിക്കണേ? നമ്മൾ ഉടനെ കണ്ടുപിടിക്കാം. അപ്പൊ എന്താ സംഭവിച്ചത്? മുൻജന്മത്തിൽ അവര് നടന്നു പോകുന്ന നേരത്ത് സൈഡിൽ ആരോ ഒരു പശുവിനെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ സാധുയുടെ വീട്ടിൽ തീ വെച്ചു. എന്തോ ഒരു കൊള്ളരുതായ്മ നടന്നു. ഈ ശാന്തമ്മ എന്ത് ചെയ്തു? കണ്ടിട്ട് കാണാത്ത പോലെ അങ്ങ് നടന്നുപോയി. എനിക്കെന്തിനാ പ്രശ്നം, വല്ലവരെ കാര്യത്തിൽ ഞാൻ എന്തിനാ ഇറങ്ങണേ എന്ന് പറഞ്ഞ ആ ശാന്തമ്മ അങ്ങ് നടന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സർവത്ര രഹസ്യവും രേഖപ്പെടുത്തിയ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ചിത്രഗുപ്തൻ. കേട്ടിട്ടുണ്ടോ? യമന്റെ അസിസ്റ്റന്റ്. നമ്മൾ വിചാരിച്ചിരിക്കുക കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ചെയ്തത് ആരും കണ്ടില്ല. ഇത് എല്ലാം ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്, മെനക്കെട്ട്. ഗോപ്യം എന്ന് വെച്ചാൽ രഹസ്യം. ചിത്രഗുപ്ത നമ്മുടെ ലൈഫിലുള്ള സർവത്ര രഹസ്യങ്ങളും അയാൾ പടം പിടിച്ച് എല്ലാം പടം വരച്ചു വെച്ചിരിക്കുകയാണ്. യമന്റെ അടുത്ത് പറയും, ഒരു ദിവസം തിരിച്ചു പോകുമ്പോൾ ശാന്തമ്മ അവരൊരു പശുവിനെ വെട്ടിക്കൊണ്ടിരുന്നു, ഒരക്ഷരം മിണ്ടാതെ നടന്നുപോയി. അപ്പൊ യമൻ പറയും, എന്നാ ഒരു കാര്യം ചെയ്യ്, അടുത്ത ജന്മത്തിൽ ഒരു 1.5 കട്ട് ചെയ്തേക്കും. മുഴുവൻ കണ്ണും കൊടുത്തിട്ട് ചെയ്യേണ്ടത് ചെയ്തില്ല, 1.5 കട്ട് ചെയ്തേക്കാൻ. ഇത് തമാശയാണെങ്കിലും ഇതെല്ലാം പുരാണങ്ങൾ. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രത്തിൽ ഇതെല്ലാം മതിൽ ചുവരിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. ആര് എന്തായി ജനിക്കും? പൂന്താനം പാടിയില്ലേ? ഈച്ച ചത്ത് പൂച്ചയാകും, അജൻ ചത്ത് ഗജമാകും, നരൻ ചത്ത് നാരിയാകും, നാരിചത്തോർ ഓരിയാകും, ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ. ഏതോ ഒരു ജന്മത്തിൽ നടന്നുപോയി, കയ്യിൽ തീപ്പെട്ടിയോ കൊല്ലിയോ എന്തോ ഒരു കത്തുന്ന സാധനം ഉണ്ടായി, അതെടുത്ത് വലിച്ചെറിഞ്ഞു. അതൊരു പശു തൊഴുത്തിൽ വീണ് കത്തിപ്പോയി, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ വീടിന്റെ കൂര കത്തിപ്പോയി. അടുത്ത ജന്മം കഷണ്ടിയായി നടക്കേണ്ടി വരും. തലയിൽ ഒന്നും കാണില്ല, പുറത്തും കാണൂല, അകത്തും കാണില്ല. പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. മരണവേളയിൽ എന്താണോ അർജുന നീ ചിന്തിക്കുന്നത്? കൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറയുന്നു, യം യം വാപി സ്മരൺ ഭാവം ത്യജത് അന്തേ കളേവരം തം തമേവൈതി കൗന്തേയ. അർജുന, നീ മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുമല്ലോ, അത് തന്നെ നിന്റെ അടുത്ത ജന്മത്തിന് കാരണമാകും. ആ അവസാനം പ്രാണൻ, അതൊരു മഹാ അത്ഭുതമാണ്. മരണം കണ്ടാൽ നമ്മൾ ദൈവത്തിനെ വിശ്വസിച്ചു പോകും. എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു മരണം ഇതൊക്കെ സയൻസാണ്. മരണം നടക്കാൻ പോകുന്ന വീട്ടില് അവിടെ പശുവിനെ കെട്ടിവെച്ചിരുന്നെങ്കിൽ അത് കയറും പൊട്ടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. എത്ര പേര് കണ്ടിട്ടുണ്ട്? അത് മൃഗങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ, അസ്വസ്ഥരാവും. മരണം നടക്കാൻ പോകുന്ന വീട്ടിൽ പട്ടി ഉണ്ടെങ്കിൽ, നായ ഉണ്ടെങ്കിൽ കുരയ്ക്കത്തില്ല, ഓരിയിടും. ഓരിയിടും, കുരയ്ക്കത്തില്ല. പശുവൊക്കെ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കും. ആരെങ്കിലും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടില്ല. ആരെ വീട്ടിലും മരണം, അതാ ഒരുപാട് പേരുണ്ട്. എന്താണ്? ആ മൃഗങ്ങൾക്ക് അറിയാൻ പറ്റും.
മരണം സംഭവിക്കാൻ പോകുന്നെന്ന് മൃഗങ്ങൾക്ക് അറിയാൻ സാധിക്കും. മരത്തിൽ പക്ഷികളുണ്ടെങ്കിൽ എല്ലാം അങ്ങ് പറന്നു പോകും. നായ ഓരിയിടും, ഓടിപ്പോകും. പശുക്കിടാവക്കിടെ കയർ പൊട്ടിക്കാൻ അവ ശ്രമിക്കും. എന്തുകൊണ്ടാണ്? സമയമായി, ഈ വ്യക്തിയെ കൊണ്ടുപോകാൻ ആൾക്കാർ വന്നു കഴിഞ്ഞു. അവർ കൊണ്ടുവരുന്ന കയറാണ് പാശം. പാശം എന്ന് വെച്ചാൽ യമപാശം, ഒരു കയർ. ഇതിനെ കൊണ്ടുവന്ന് ആത്മാവിനെ കെട്ടി വലിക്കും. വലിച്ചെടുക്കുമ്പോൾ എത്രയ്ക്കും നമുക്ക് ആസക്തി ഈ ലൈഫിൽ, ഞാൻ പറയണ കേട്ട് പേടിച്ചു പോകരുത്, ജീവിതത്തിൽ എത്രയ്ക്കും അറ്റാച്ച്മെന്റ്, ആസക്തി, എൻ്റെത് 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 ഇങ്ങനെ നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കൂലേ, എൻ്റെത് എത്രയ്ക്ക് കൂടുതലോ അത്രയ്ക്കും വേദനിക്കും. ആലിനെ പോലെ. ആലിൻ്റെ വേരുകൾ അടുത്ത ഗ്രാമത്തിലൊക്കെ പോകും, അത്രയും ഇതുണ്ടാവും. അതുപോലെ പക്ഷേ ആഗ്രഹം കുറഞ്ഞ ഒരാൾക്ക് വേദനയില്ലാത്തൊരു മരണം. ആഗ്രഹം കൂടുമ്പോൾ വേദനയും കൂടും. ശങ്കരാചാര്യർ പറഞ്ഞു, മനുഷ്യന്റെ 3 അവസ്ഥ: കരുക്ക്, തേങ്ങ, കൊപ്ര. കരുക്ക് എത്ര ശ്രമിച്ചാലും കുറച്ച് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇവിടെ അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഒട്ടിപ്പിടിച്ചിരിക്കും. രണ്ടാമത്തത് തേങ്ങ, ഒന്ന് മെനക്കെട്ടെടുത്താൽ വരും, ഒട്ടാതെ അങ്ങനെ വരും. മൂന്നാമത്തെ സ്റ്റേജ് കൊപ്ര. ആ ചിരട്ടയ്ക്കകത്താണെങ്കിലും ഒട്ടാതെ അത് സെപ്പറേറ്റ് ആയിട്ടിരിക്കും. നമ്മളെല്ലാവരും ഏതവസ്ഥയാ? കരിക്കാണോ, തേങ്ങയാണോ, കൊപ്രയാണോ? എത്ര പേര് കൊപ്രയുടെ അവസ്ഥയിൽ? 1. റെഡിയാണ്, ഈശ്വരൻ്റെ അടുത്ത് പോകാൻ റെഡിയാണ്. ഓക്കെ. കരിക്ക് എത്ര പേരാണ്? അതാണ് കൂടുതൽ, അല്ലേ? ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോ യമദൂതന്മാർ വന്ന ആ പ്രാണനെ ബലിക്കുന്ന സമയത്ത് എത്രയ്ക്കും എനിക്ക് എൻ്റേത് എൻ്റേത് എൻ്റേത്. മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ആലപ്പുഴ ജില്ലയിലുള്ള നമ്മുടെ വീടിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. കൂട്ടിനിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? അതും പറ്റില്ല. വിശന്നാ കഴിക്കാൻ 4 ഉണ്ണിയപ്പം കൊണ്ടുപോകാൻ പറ്റുമോ? അതും പറ്റില്ല. നിസ്സഹായനായ ആ പ്രാണൻ തിരിച്ചു പോകുന്നു. ആർക്കും ആ ജീവനെ സഹായിക്കാൻ പറ്റില്ല, നാരായണൻ ഒഴിയെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവ കരോമി അന്യത് ന സകലം പരസ്മൈ നാരായണ ഇതി സമർപ്പയാമി. അപ്പൊ ഈ ആത്മാവിനെ പിടിച്ചു വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ 9 വാതിലുണ്ട്. നവദ്വാരേ പുരേ ദേഹി. ഇതിനകത്ത് 9 വാതിലുണ്ട്. ഈ ഏതെങ്കിലും വാതിലിൽ കൂടെ പ്രാണൻ വെളിയിൽ പോകും. അത് നല്ലോണം, ആ മരിച്ച ശരീരത്തിനെ നല്ലോണം നമ്മൾ എക്സാമിൻ ചെയ്താൽ, സൂക്ഷിച്ചു നോക്കിയാൽ ഒരു തുളി ചോര എവിടെയെങ്കിലും ഉണ്ടാകും. വായുടെ സൈഡിലോ, കണ്ണിൻ്റെ സൈഡിലോ, മൂക്കിൻ്റെ സൈഡിലോ, താഴെയോ. ഈ 9 ദ്വാരങ്ങളിൽ എവിടെയെങ്കിലും ഒരു അല്പം ചോരയുണ്ടാകും. അതിൻ്റെ അർത്ഥം പ്രാണൻ ആ വഴി കൂടെ, ഈ 9 വഴിയിൽ കൂടെയാണ് പുറത്തു പോയത് എന്നാണ് അർത്ഥം. ഏത് വാതിലെ നമ്മൾ ഭൗതികമായി കൂടുതൽ ഉപയോഗിക്കുന്നോ ആ വാതിലിൽ കൂടെ ജീവൻ പുറത്തു പോകും. ഇപ്പൊ ഏതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്? കലികാലത്തിൽ മിക്കവാറും എല്ലാവരുടെയും വായിക്കൂടെ പോകും. ചിലരൊക്കെ രാവിലെ 5 മണിക്ക് സംസാരിച്ച് തുടങ്ങിയ രാത്രി 11 വരെയും സംസാരം നിർത്തില്ല, പിന്നെ ഉറക്കത്തിലും സംസാരിക്കും. മിക്കവാറും വായിക്കൂടെയായിരിക്കും പോകുന്നത്. അങ്ങനെ പ്രാണൻ ഈ 9 ദ്വാരങ്ങളിൽ കൂടെ പുറത്തു പോയാൽ പുനർജന്മമുണ്ട്, വീണ്ടും ജനിക്കും. എന്നാൽ എല്ലാവരുടെ തലയിലും ഒരു മേലെ ഒരു ചുഴി ഉണ്ടാവും. ബ്രഹ്മരന്ധ്രം എന്നാണ് പേര്, എല്ലാവർക്കും ഉണ്ടാവും. അത് ഓപ്പണായി, ഈ അടപ്പ്, ഈ കുപ്പിയുടെ അടപ്പ് പോലെ ഈ അടപ്പ് ഓപ്പണായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുനർജന്മം ഇല്ല. അവൻ മോക്ഷപദം, ദൈവത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞു, വീണ്ടും ജനിക്കുന്നില്ല. അല്ലാത്തവരെല്ലാം, കൃഷ്ണൻ പറഞ്ഞു, യം യം വാപി സ്മരൺ ഭാവം ത്യജത് അന്തേ കളേവരം. ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ പുറത്തു പോകുമ്പോൾ അർജുന, നീ എന്ത് ചിന്തിക്കുന്നു അത് നിന്റെ അടുത്ത ജന്മത്തിന് കാരണമാകും. എൻ്റെ അലമാറയ്ക്കകത്തുള്ള പൈസയെ കാറ്റുപോയി, അടുത്ത ജന്മം അലമാറയ്ക്കകത്ത് പാറ്റയായി ജനിക്കും.
ഇത് സത്യം. 84 ലക്ഷം ശരീരം കിട്ടും നമുക്ക്. ഒന്നും രണ്ടല്ല, 84 ലക്ഷം വെറൈറ്റി ഉണ്ട്. ഭാഗവതത്തിൽ പറയുന്നു ജലജ നവലക്ഷാണി, വെള്ളത്തിനകത്ത് 9 ലക്ഷം, സ്ഥാവരാനി ലക്ഷവിംശതി, മരങ്ങളായി നിൽക്കും 11 ലക്ഷം. ഇതാരായി മരങ്ങളായി നിൽക്കുന്നത്? ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വെണ്ണ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് യശോദാമാത ഒരലിൽ പിടിച്ച് കൃഷ്ണനെ കെട്ടിവെച്ചു. കൃഷ്ണൻ എവിടെ പോയി ആ ഒരലും വലിച്ചുകൊണ്ട് പോയത്? എങ്ങോട്ട് പോയി? എവിടെ പോയി? 2 മരങ്ങളുടെ ഇടയിൽ ചെന്നു, മരങ്ങളെ പിഴുതിട്ടു. കുബേരന്റെ 2 മക്കളായ യമാല അർജുനന്മാർ അതിലിരുന്ന് പ്രത്യക്ഷരായി. എന്തുകൊണ്ട് അവർ മരങ്ങളായി ജനിച്ചു? പുരാണങ്ങൾ പറയുന്നു, കുബേരന്റെ മക്കൾ ആവശ്യത്തിനധികം പണം, അഹങ്കാരികൾ, നഗ്നരായി, വസ്ത്രമില്ലാതെ നഗ്നരായി മാനസരോവര തടാകത്തിൽ അപ്സരസ്സുമാരോടൊപ്പം ഒത്തു കുളിച്ചുകൊണ്ടിരിക്കുക. നാരദ മഹർഷി പോയി വഴക്ക് പറഞ്ഞു, അല്പം നാണവും മാനവും വേണ്ടേ? വിശിഷ്ട വ്യക്തികളെല്ലാം യാത്ര ചെയ്യുന്ന സമയം മഹാദേവനും ഉമയും പാർവതിയും കൂടെ സഞ്ചരിക്കുന്നു. വിശിഷ്ട വ്യക്തികളെല്ലാം സഞ്ചരിക്കുന്നു. അല്പം പോലും നാണമില്ലാതെ നിങ്ങൾ ഇങ്ങനെയാണോ? ആ 2 പേരും നാരദ മഹർഷി എടുത്ത് ദേഷ്യം കൊണ്ട് തർക്കിച്ചു. നാരദ മഹർഷി 2നെയും ശപിച്ചു. എന്തായി പോട്ടെ? മരങ്ങളായി പോട്ടെ. നാണവും മാനവും മറയ്ക്കാൻ ശരിക്കും വസ്ത്രം ധരിക്കാത്തവരെല്ലാം ഒരു ജന്മം എന്തായി നിൽക്കും? മരം. അപ്പൊ സിനിമയിലുള്ളവരൊക്കെ എന്താ? എല്ലാ ബോംബെയിലും ഒരു മരമായിട്ടാണ്. കാരണം ഈ മരത്തിന് ഉരി ഇഷ്ടമല്ല. മരണവേളയിൽ മത്സ്യം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാണ് മരിക്കുന്നെങ്കിൽ അവൻ ഒരു ജന്മം പൊന്മാനായി ജനിക്കും. കിങ് ഫിഷർ ഈ വെള്ളത്തിന്റെ മേലെ പറക്കും, മീൻ പിടിച്ച് തിന്നു. എന്താണോ നമ്മുടെ ഭാവം, ദൈവം നോക്കിക്കോളണേ, കരുണാമയൻ. എന്താണോ മനുഷ്യന്റെ ചിന്ത, എന്താണോ അവന്റെ ഭാവം, ബോധം, അതനുസരിച്ചുള്ള ഒരു ശരീരത്തിനെ തരും. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞത്, പുനരപി ജനനം പുനരപി മരണം പുനരപി ജഠരീ ജനനീശയനം ഇതി സംസാര വിമോചന മാർഗം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭഗവാന്റെ നാമം മാത്രമേ നമ്മളെ ഈ സംസാര ചക്രത്തിൽ ഇരുന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ചക്രത്തിൽ തന്നെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവൻ ചെയ്ത പാപപുണ്യം അനുസരിച്ച് ആ പ്രാണനെ വലിച്ചെടുക്കുന്നത് 9 ദ്വാരങ്ങളിൽ കൂടെയാണ് ഇത് പുറത്തു പോകുന്നത്. ഈ 9 ദ്വാരങ്ങളിൽ പുറത്തു പോയാൽ പുനർജന്മമുണ്ട്. ബ്രഹ്മരന്ധ്രത്തിൽ കൂടെ പുറത്തു പോയി കഴിഞ്ഞാൽ പുനർജന്മമില്ല. അങ്ങനെ ഇത് കഴിഞ്ഞ അവനെ കോടതിയിലേക്ക് കൊണ്ടുപോകും. നമ്മൾ പറയാ, ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? വിശ്വാസമില്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ ഒരു തെളിവ് തരൂ, പുനർജന്മത്തിന് ഒരു തെളിവ് തരൂ. ഏതോ ഒരു കുഞ്ഞ് ആഫ്രിക്കയിൽ ഒരു നേര ഭക്ഷണമില്ലാതെ സൊമാലിയ, എത്യോപ്യ എവിടെയോ ജനിക്കുന്നു, ഭക്ഷണമില്ല. എന്താണ് കാരണം? എന്തുകൊണ്ട് ചിലർ അങ്ങനെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിക്കുന്നു, ചിലർ പൈസക്കാരുടെ കുടുംബത്തിൽ ജനിക്കുന്നു? എന്താണ് കാരണം? പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. അങ്ങനെ ആ ജീവൻ യമന്റെ കോടതിയിലേക്ക് എത്താൻ എടുക്കുന്ന ദിവസം 11 മുതൽ 16 ദിവസം, മൊത്തം 14 ലോകങ്ങൾ ഭാഗവതത്തിൽ പറയുന്നു. മേലെ 7: ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം, മഹർലോകം, ജനോലോകം, തപോലോകം, സത്യലോകം. 7 എണ്ണം മേലെ, 7 താഴെ. അതളം, വിതളം, സുതളം, തലാതളം, മഹാതളം, രസാതളം, പാതാളം. ലാസ്റ്റ് കോർട്ട് അവിടെയാണ്. ആരുടെ കോടതി? യമന്റെ. അവിടെ എത്താൻ എടുക്കുന്ന സമയം 11 മുതൽ 16 ദിവസം. കുറ്റങ്ങൾ കുറച്ച് ചെയ്തവർക്ക് 11 ദിവസം, കുറ്റം അധികമായി ചെയ്തവർക്ക് 16 ദിവസം അവിടെ എത്തും. ഭഗവത്ഗീതയും ഭാഗവതവും പറയുന്നു, നമുക്ക് 2 ശരീരമുണ്ട്. കേട്ടിട്ടുണ്ടാവും, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. എല്ലാവരും കേട്ടിട്ടുണ്ട്. സ്ഥൂല ശരീരമാണ് ഇത്, ഈ കാണുന്ന പഞ്ചഭൂത നിർമ്മിതമായ ഇത്. വന്നിട്ട് നമ്മൾ ഡെയിലി ഡെക്കറേറ്റ് ചെയ്യും, ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ഇട്ടിട്ട് എല്ലാം പെയിൻ്റൊക്കെ അടിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് കാണാൻ, ഹലോ, ഇതിന് ഒരുപാട് മെനക്കെട്ടെല്ലാം ശരിയാക്കും.
പക്ഷെ ഈ ശരീരത്തിനേക്കാളും പ്രാധാന്യം കൂടുതലാണ് മനസ്സ്, ഉള്ളിലുള്ള സൂക്ഷ്മ ശരീരം, മന, ബുദ്ധി, അഹങ്കാരം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പല്ലുവേദന കാരണം ഗോവിന്ദൻകുട്ടി ആത്മഹത്യ ചെയ്തു? കേട്ടിട്ടുണ്ടോ? ഇല്ല. വയറുവേദന കാരണം പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു? കേട്ടിട്ടുണ്ടോ? ഇല്ല. മനപ്രയാസം കാരണം ആത്മഹത്യ ചെയ്തു? കേട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഇതിൽ എന്ത് കുഴപ്പം വന്നാലും സഹിച്ചു ജീവിക്കാൻ ഞാൻ തയ്യാറാ. ഇത് ഒടിഞ്ഞാൽ പോലും കെട്ടിവെച്ച് ഞാൻ ഇരിക്കും. കണ്ണ് അടിച്ചു പോയാലും എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കും. വയറ് വർക്ക് ചെയ്തില്ലേ, കിഡ്നി പോയേ, എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ജീവിക്കും. പക്ഷെ മനപ്രയാസം വന്നാൽ ഞാൻ ജീവിക്കാൻ തയ്യാറല്ല. അപ്പോ ഈ രണ്ട് ശരീരത്തിൽ എതിനാ പ്രാധാന്യം കൂടുതൽ? ഈ കാണുന്ന ശരീരത്തിനാണോ കാണാൻ പറ്റാത്ത മനസ്സിനാണോ? എന്തിനാ പ്രാധാന്യം കൂടുതൽ? മനസ്സിന്. പക്ഷെ അതിനെ കഴുകാറേയില്ല. വർഷങ്ങളായിട്ട് കഴുകാതെ വെച്ചിരിക്കുക. ദുർഗന്ധം. കാരണം അങ്ങനത്തെ ഒരു മനസ്സാണ് നമുക്കുള്ളത്. ഇപ്പൊ ടെസ്റ്റ് ചെയ്യാം നമുക്ക് അങ്ങനത്തെ മനസ്സുണ്ടോ ഇല്ലെന്ന്. ഞാൻ പറയുന്ന ഉദാഹരണം എത്ര പേർക്ക് അത് യോജിക്കുന്നതാണെങ്കിൽ കൈ ഉയർത്തുക. തലേന്ന് രാത്രി സന്തോഷത്തോട് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് നല്ലോണം സംസാരിച്ച് ചിരിച്ചിട്ട് പോയി കിടന്നു ഉറങ്ങി. രാവിലെ എണീറ്റ് അയാളെ കണ്ട ഉടനെ മനസ്സ് പറയാ, ആദ്യം ചിരിക്കല്ലേ, അവൻ ചിരിച്ചാ നീ ചിരിച്ചാ മതി. അവൻ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്താ പിന്നെ നീ ആയിട്ട് ആദ്യം ചിരിക്കല്ലേ. ഇങ്ങനത്തെ മനസ്സാർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ല. എല്ലാരും നേരെ വൈകുണ്ഠത്തിൽ നിന്ന് ഇവിടെ വന്നിരിക്കുവാണ്. കാണും, നമ്മളെ ചിരിക്കാൻ സമ്മതിക്കില്ല. ഒരു പ്രശ്നവുമില്ല, തലേന്ന് സുഖമായിരുന്നു, എന്നാലും അടുത്ത ദിവസമായപ്പോ അതിന്റെ സ്വഭാവം. ഇതിനെന്താ കാരണം? ആർക്കും അറിയില്ല. വിചിത്രമായ ഒരു കാര്യമാണ്. ഇനിയൊരു മനസ്സിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും തൻ്റെ കുറ്റം സ്വീകരിക്കുകയില്ല. നടന്നു പോയപ്പോൾ കാലിൽ മുള്ളു കൊണ്ടു. അപ്പൊ ഇങ്ങനെ ആടി നടക്കുന്നു. ഉടനെ ചോദിക്കുക, ചേട്ടാ എന്ത് പറ്റി? നമ്മൾ എന്ത് പറയും? മുള്ളു കുത്തി. അതിൻ്റെ അർത്ഥം ഞാൻ മര്യാദയ്ക്ക് നടന്നു പോവുമായിരുന്നു, മുള്ളു ഓടി വന്ന് എന്നെ കുത്തി. മുള്ളു കുത്തി എന്നുള്ളത് ശരിയാണോ? ഞാൻ മുള്ളിനെ ചവിട്ടി എന്നുള്ളത് ശരിയാണോ? ഏത് വാക്കാണ് ശരി? ആരെങ്കിലും പറയോ ഞാൻ മുള്ളിനെ ചവിട്ടിന്ന്? കുറ്റാരുടെയാ? മുള്ളു എന്നെ കുത്തി. പിന്നെ കഴിക്കുന്നതിന് ഒരു നിയന്ത്രണവും ഇല്ല. കഴിച്ച് വണ്ണം വെക്കും. പിന്നെ പറയും ഉടുപ്പ് ചെറുതായി പോയെന്ന്. ഞാൻ വണ്ണം വെച്ച് കുറ്റാരുടെയായി? ഉടുപ്പ് ചെറുതായി പോയി. ഇതെല്ലാം അഹം എന്ന ഭാവത്തിന്റെ ലക്ഷണങ്ങളാ. ശാസ്ത്രം അതിമനോഹരമായി പറയുന്നു, ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗിയത്രേ. ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ യോഗി. 2 നേരം ഭക്ഷണം കഴിച്ചാൽ ഭോഗി, സുഖമായി കഴിയുന്നവൻ ഭോഗി. 3 നേരം ഭക്ഷണം കഴിച്ചാൽ രോഗി. 4 നേരം കഴിച്ച അവൻ ദ്രോഹി, അടുത്തവൻ്റെയും കൂടെ കഴിക്കാൻ. 5, 6 ലിസ്റ്റിലേ ഇല്ല. ശരി, നമ്മുടെ കൂട്ടത്തിൽ എത്ര യോഗിമാരുണ്ട്? ഒരു നേരം കഴിക്കുന്ന ആൾക്കാർ ആരുമില്ല. ഭോഗി അതും ഇല്ല. 2 രോഗി എല്ലാരും ഉണ്ട്. 4ാമത്തത് അതും ഉണ്ട്. 5, 6 പിന്നെ ലിസ്റ്റിലില്ല. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അത്ഭുതം നോക്കൂ. ഇതിനറിയാം എത്ര ഭക്ഷണം ഉള്ളിലിടണമെന്ന് ഇതിനറിയാം. അത് കറക്റ്റ് ഭക്ഷണം നമുക്ക് ആവശ്യമായത്, അതായത് ആയുർവേദം പറയുന്നത് പകുതി വയറ് ഭക്ഷണം കൊണ്ടും 1/4 വെള്ളം കൊണ്ടും അടുത്ത 1/4 കാറ്റുകൊണ്ടും. കറക്റ്റ് ഭക്ഷണം ആവശ്യത്തിന് കഴിക്കുമ്പോൾ അകത്തിരുന്ന് ഒരു സൗണ്ട് വരും. അതായത് വയറ് പറയാ, ഗോവിന്ദൻ ചേട്ടാ മതി, നിർത്ത്, ഇനി കഴിക്കണ്ട. ഈ സൗണ്ട് വന്നതിന് ശേഷം 2 കുറ്റി പഴം. അപ്പൊ ഒരു വലിയ സൗണ്ട് വരും. അയ്യോ ഇനി ഒന്നും ഇടല്ലേ, മതി. അത് കഴിഞ്ഞതിന് ശേഷം 2 നേന്ത്രപ്പഴം കൂടെ. ആയുർവേദം പറയുന്നു, നമ്മൾ കഴിക്കുന്ന ആദ്യത്തെ 4 പിടി ഭക്ഷണം എനിക്കും അടുത്ത് കഴിക്കുന്ന 4 പിടി ഭക്ഷണം വൈദ്യനും വേണ്ടിയുള്ളതാണ്. ഫസ്റ്റ് 4 പിടി എൻ്റേതും അടുത്ത 4 പിടി ആരുടെയാണ്? വൈദ്യന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഈ ശരീരത്തിലിരുന്ന് പ്രാണനെ വലിച്ചൊണ്ടുപോയി
യമന്റെ കോടതിയിൽ എത്തിച്ചു. 16 ദിവസം. ഇതെല്ലാം സത്യമാണ്. ഇത് ഒരു കെട്ടുകഥയോ ഒന്നുമല്ല. കാരണം നരകലോകങ്ങളെ കുറിച്ച് ഭാഗവതം പറയുന്നു, ബുദ്ധഭിക്ഷുക്കളുടെ ഗ്രന്ഥം പറയുന്നു, ബൈബിൾ പറയുന്നു, ഖുറാൻ പറയുന്നു, ലോകത്തിലുള്ള സർവത്ര മതഗ്രന്ഥങ്ങളും നരകലോകത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ കൊണ്ടുപോകുമ്പോൾ ഈ 2 ശരീരത്തിൽ ഒരു ശരീരം മരണസമയത്ത് നഷ്ടപ്പെടും. ഗീതയനുസരിച്ച് 2 ശരീരം, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. മരണം വരുമ്പോൾ നമുക്ക് ഏത് ശരീരമാണ് നഷ്ടപ്പെടുന്നത്? ഈ കാണുന്ന ശരീരം നഷ്ടപ്പെട്ടു, അത് വീട്ടുകാർക്ക് കൊടുത്തു, നിങ്ങളെ വെച്ച് പൂജിക്കേ, എന്തെങ്കിലും കത്തിക്കേ, എന്തെങ്കിലും ചെയ്യാം. ഈ പ്രാണൻ ആത്മാവോട് പോവുകയാണ്. എവിടെ? 16 ദിവസം യമന്റെ കോടതിയിൽ എത്തിയപ്പോ ഗരുഡ പുരാണം പറയുന്ന അവിടെ ഇനി ഒരു 3ാമത്തെ ശരീരം തരും. ആ ശരീരത്തിന്റെ പേര് യാതനാ ശരീരം, വേദനിക്കുന്ന ശരീരം. 3ാമത്തത്. എങ്ങനെ ഒരു ജയിൽ പുള്ളി ജയിലിനകത്ത് പോയ ഉടനെ യൂണിഫോം കിട്ടുമോ, അതേപോലെ നരകത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു യാതനാ ശരീരം, വേദനിക്കുന്ന ഒരു ശരീരം കിട്ടും. കൈ ഒടിക്കും, ഒടിച്ചാൽ വിരൽ ഒടിയത്തില്ല, എന്നാൽ ഒടിഞ്ഞാൽ എന്ത് വേദന ഉണ്ടാകുമോ വേദന മാത്രം കിട്ടുന്ന ഒരു ശരീരം. ദൈവത്തിന്റെ കോടതി നോക്കിക്കൊള്ളണേ. ഇവിടെ ഒരു കൊലപാതകം ചെയ്തവനെ തൂക്കിക്കൊന്നു. അവൻ 10 കൊലപാതകം ചെയ്ത 10 പ്രാവശ്യം തൂക്കാൻ പറ്റുമോ മനുഷ്യന്? ഒറ്റ പ്രാവശ്യമല്ലേ തൂക്കാൻ പറ്റുള്ളൂ. പക്ഷെ യമന്റെ കോടതിയിൽ 10 തവണ തൂക്കാൻ പറ്റും. കാരണം അവന്റെ ശരീരത്തിന് ഒന്നും സംഭവിക്കില്ല. തൂക്കിയാൽ ഉണ്ടാകുന്ന വേദന മാത്രം അനുഭവിക്കും. അപ്പൊ അവിടെ ശിക്ഷകാലം. അവൻ പറയും, ദൈവമേ അങ്ങേ മറക്കില്ല. കാരണം ഭാഗവതത്തിൽ പറയുന്നു, നമ്മൾ ഗർഭപാത്രത്തിനകത്ത് കിടന്നപ്പോൾ 5ാം മാസം ബോധമുണർന്നപ്പോ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, പരമാത്മാ നാരായണ ഇനി ഒരു ജന്മം വേണ്ട, മതി മതി, ഇനി വേണ്ട. വീണ്ടും ജനിച്ച് സ്കൂളിൽ പോയി, വീണ്ടും ഇതെല്ലാം. എന്നാ പഠിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ എത്ര പേരാണ് A+B² പഠിച്ചിട്ടുള്ളത്? എല്ലാവരും പഠിച്ചു. ശരി, ജീവിതത്തിൽ എത്ര പേര് ഉപയോഗിച്ച്? ഒരു മനുഷ്യർ ഉപയോഗിച്ചില്ല. ശരി, സൈൻ തീറ്റ, കോസ് തീറ്റ, കാലി തീറ്റയൊക്കെ എത്ര പേര് പഠിച്ച്? എല്ലാവരും പഠിച്ച്. എത്ര പേര് ഉപയോഗിച്ച്? അതും ഇല്ല. പിന്നെ പാണിപ്പട്ടി യുദ്ധം, 2ാം ലോക യുദ്ധമൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഉപയോഗപ്പെടും. അല്ലാതെ പഠിച്ചതിൽ 80% നമുക്ക് ഉപയോഗമില്ലാത്തതാണ്. എന്നാൽ ഭാഗവതം പറയുന്നു, സ്നേഹത്തോട് കുടുംബത്തിനകത്ത് എങ്ങനെ ഒരുമിച്ചിരിക്കാം. ആ ഉള്ള 5 പേര് എങ്ങനെ ചിരിച്ചോണ്ടിരിക്കാം. കാരണം ചില സമയം ഒരു വീട്ടിൽ ഒരാൾ വരുന്നത് ഈ ക്യാരം ബോർഡിൽ കോയിൻ വരുന്നപ്പോൾ ഒരടി വീട്ടിലുള്ള 4 ദശയിൽ പോകും. ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലൊക്കെ കയറി വരിക, വല്ലാത്ത ദേഷ്യം. ഭാര്യ ചെന്ന് ചോദിക്കുക, ചേട്ടാ എന്ത് പറ്റി? ഒരു അക്ഷരം വേണ്ടിപ്പോലെ എനിക്ക് എൻ്റെ ദേഷ്യത്തിനും. അങ്ങനെ തൂക്കി ഭാര്യയുടെ തലയ്ക്ക് വെക്കും. ആ സ്ത്രീക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വെറുതെ എന്തിനാ എൻ്റെ അടുത്ത് ചാടുന്നേ? കുട്ടികൾ ഓടി വന്ന അമ്മ അതിന് 2 അടി. ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ, വെറുതെ ഞങ്ങളെന്തിനാ വഴക്ക് പറയണേ? അവര് പുറത്ത് ചെന്ന് പട്ടിയുടെ പുറത്ത് കല്ലെടുത്തെറിയും. ഈ പട്ടി എന്ത് ചെയ്യും? ഈ ഗ്രഹനാഥം പുറത്ത് വരുമ്പോൾ കടിച്ചു വെക്കും. ഇതൊരു സർക്കിളാണ്. ഉപനിഷത്ത് പറയുന്നു, നമുക്കെല്ലാം ദേഷ്യത്തിനെ ഒരു തലയിലിരുന്ന് ഇനിയൊരു തലയിൽ മാറ്റി വെക്കാൻ അറിയാവുന്നല്ലാതെ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയില്ല. അത്രയും കുഴപ്പം. അപ്പൊ അവിടെ ശിക്ഷയെ വിധിക്കുകയാണ്. യാതനാ ശരീരം, നരകലോകത്തിൽ ആ ജീവാത്മാവിന് എന്താ പറയാ, വേദനിക്കുന്ന ശരീരവും കൊടുത്ത് യാതനാ ശരീരം കൊടുത്തിട്ട് അതിന് ശിക്ഷ കൊടുക്കുക. അപ്പൊ ഇനി വേണ്ട, ഇനി വേണ്ട, ഇനിയൊരു ജന്മം വേണ്ട, ജന്മം വേണ്ട എന്ന് അവൻ വീണ്ടും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോഴാണ് മക്കൾ എന്ത് ചെയ്യണം? മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും പൂർവികർക്കും പിതൃക്കൾക്ക് വേണ്ടി ഇവിടെ 16 ദിവസം കർമ്മം ചെയ്യണം. പക്ഷെ മകൻ ദുബായിലാണ് ജോലി, 16 ദിവസം ലീവ് കിട്ടൂല. അല്ലെങ്കിൽ കാനഡയിലാണ് ജോലി, 16 ദിവസം ലീവ് കിട്ടൂല. അവൻ വന്ന് 4ന്റെ അന്ന് 16 തീർത്തിട്ട് അങ്ങ് പോകും. പിതൃശാപമായി തീരും. അത് കഴിഞ്ഞാൽ ഈ ജീവനെ കൊണ്ടുപോയി വെയിറ്റിംഗ് ലിസ്റ്റ്, അടുത്ത ശരീരത്തിനായി അരിയമൻ ചക്രവർത്തിയായിട്ടുള്ള പിതൃലോകത്തിൽ അവനെ ക്യൂവിൽ നിർത്തും.
അടുത്ത ശരീരം കിട്ടാൻ. ഏത് ശരീരം കിട്ടാൻ പോകണം നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. മനുഷ്യനാണോ, പക്ഷിയാണോ, മരം കൊടികളാണോ, ഒരു പിടിയില്ല. ഇഴജന്തുക്കളാണോ, കൃമികളാണോ, പക്ഷികളാണോ, ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം മനുഷ്യ ശരീരം, ഭാഗവതം പറയുന്നു, ദുർലഭം മാനവജന്മ. മനുഷ്യ ശരീരം കിട്ടുന്നത് ദുർലഭമാണ്. അല്ലെങ്കിൽ മൃഗശരീരങ്ങളായിട്ട്. അപ്പൊ വെയിറ്റിംഗിൽ നിൽക്കുക, ക്യൂവിൽ വെയിറ്റ് ചെയ്യുമ്പോൾ, കാത്തിരിക്കുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥത നമ്മുടെ മനസ്സിലുണ്ടാകും. എല്ലാവരും ക്യൂവിൽ നിന്ന അനുഭവം കാണും. നമ്മൾ ക്യൂവിൽ നിന്നിട്ട് എന്ത് ചെയ്യും? ഫ്രണ്ടിലുള്ള ആൾക്കാരെ എണ്ണും. 1 2 4 5 6 5 പേര്, 1 2 3 4 എണ്ണിയിരിക്കും. എത്ര പേർക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്? ക്യൂവിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ക്യൂ മാത്രം അനങ്ങൂല, സൈഡിലുള്ള ക്യൂ എല്ലാം സ്പീഡിൽ പോകും. അങ്ങനത്തെ എക്സ്പീരിയൻസ് എത്ര പേർക്കുണ്ട് അനുഭവം? ആരും ക്യൂവിൽ നിന്നിട്ടേ ഇല്ല, എല്ലാവർക്കും ഉണ്ട്. നമ്മൾ നിൽക്കുന്ന ക്യൂ അവിടെ തന്നെ കാണും, ബാക്കിയെല്ലാം ഫ്രണ്ടിൽ പോകും. ഇനി കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ അയാൾ കൗണ്ടർ അടച്ചിട്ട് പോകും. ഇതെങ്ങനെയാ വന്നത്? നമ്മൾ പിതൃലോകത്തിൽ അടുത്ത ശരീരത്തിനായി ഇങ്ങനെ കാത്തിരിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിലും ഈ കാത്തിരിക്കുമ്പോൾ ക്ഷമ നഷ്ടപ്പെടും. കാത്തിരിക്കുന്നതിനെ കുറിച്ച് ശാസ്ത്രം പറയുന്നു, നിമിഷങ്ങൾ യുഗമായി മാറും. കാത്തിരിക്കുമ്പോൾ നിമി എന്ന് വെച്ചാൽ ഈ കൺപോഴ, ഈ ഐലിഡ്, ഇതാണ് നിമി. ഇത് അടഞ്ഞ് തുറക്കുന്ന സമയം നിമിഷ. അപ്പൊ എപ്പോഴും നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ നിമിഷം യുഗം പോലെ തോന്നും. അങ്ങനെ അടുത്ത ശരീരത്തിന് വേണ്ടി കാത്തിരിക്കും. നമ്മളെല്ലാം ഇങ്ങനെ നോക്കും, മക്കൾ എന്തെങ്കിലും 4 പുണ്യകാര്യം ചെയ്യോ, പശുവിന് പുല്ല് പറിച്ചിടോ, തുളസിക്ക് വെള്ളം ഒഴിക്കോ, ഏതെങ്കിലും സാധുവിന് ഒരു നേരം ഭക്ഷണം കൊടുക്കോ, നല്ല കാര്യം ചെയ്യോ. മക്കളെവിടെ? ഒന്നും ചെയ്യില്ല. പിതൃദോഷമായി മാറും. വീണ്ടും ഒരു ഗർഭപാത്രത്തിൽ വന്ന് ആ ആത്മാ പ്രവേശിക്കും. അവിടെ കിടന്ന് വീണ്ടും സത്യപ്രതിജ്ഞ, ദൈവമേ ഇനിയൊരു ജന്മം വേണ്ട. കരച്ചലിൽ തുടങ്ങി കരച്ചലിൽ അവസാനിക്കുന്ന ദുഃഖദുരിതമായ ഒരു മനുഷ്യ ജീവിതം, ഇതിൽ ഈശ്വര സ്മരണയെ ചേർത്ത് ആനന്ദകരമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ആ ജീവൻ പുറത്തു വരുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കരച്ചലും ബഹളവും, അമ്മയും കരയുന്നു വേദന കൊണ്ട്, കുഞ്ഞും കരയുന്നു. നമ്മൾ കുറച്ച് മണ്ടന്മാർ ചുറ്റി നിന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പാടും. ഭാഗവതം പറയുന്നു, ഈ വേനൽക്കാലത്ത് ദൂരെ മരീചിക, റോഡിൽ ഹൈവേയിൽ പോകുമ്പോൾ വെള്ളം കിടക്കുന്നത് പോലെ തോന്നുമല്ലോ. അല്പം അടുത്ത് ചെന്നാൽ വെള്ളം കുറച്ചും കൂടെ ദൂരെ കിടക്കുന്നത് പോലെ തോന്നും. ഇങ്ങനത്തെ ഒരു യാത്രയാണ് മനുഷ്യന്റെ ജീവിതം. ഒരു 3 തവണ നാമജപം ചൊല്ലിയിട്ട് വീണ്ടും നമുക്ക് തുടരാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവരും ചൊല്ലുക, ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ. ഈ കൈ കൊട്ടുന്നതിലും കാര്യമുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, അമ്മയുടെ ഗർഭപാത്രത്തിനകത്തല്ലേ നമ്മൾ ഒരു കശുവണ്ടിയെ പോലെ കിടന്നത്, തലകുത്തനെ. എല്ലാം തലതിരിഞ്ഞ് ജനിച്ചവരാണ്, നമ്മളെല്ലാവരും തലതിരിഞ്ഞ് ജനിച്ചവരാണ്. അപ്പോൾ 5-ാം മാസമൊക്കെ ആകുമ്പോൾ ഈ തലയിൽ നിന്ന് 2 കൈയും ഇങ്ങനെ പിരിയും, കാലൊക്കെ ഇങ്ങനെ നിവർത്തിയായി ഇങ്ങനെ ആയിട്ട് വരും. ഈ 2 കൈയും തലയിൽ നിന്നാണ് ഇങ്ങനെ പിരിയുന്നത്. അപ്പോൾ ഒരു സങ്കല്പമുണ്ട്, എന്താന്ന് വെച്ചാൽ പൂർവജന്മകൃതം പാപം, മുൻജന്മത്തിൽ നമ്മൾ ചെയ്തതെല്ലാം ബ്രഹ്മാവ് തലയെഴുത്തായി എഴുതിയതായിട്ടൊരു വിശ്വാസം. ആ എഴുത്താണ് കൈകളിൽ എന്തായത്? വരകളായി മാറിയത്. എല്ലാവരും നോക്കിക്കോളൂ, കയ്യിൽ മൊത്തം കുത്തും വെട്ടും കൊലപാതകം മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു മഹായോഗിയുടെ കൈ കാണി, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി, ഒരു യോഗിയുടെ കൈ കാണാൻ. ആ മനുഷ്യന്റെ കയ്യിൽ 3 വര, വേറെ വരയേ ഇല്ല, 3 വര മാത്രമേ ഉള്ളൂ.
അങ്ങനത്തെ സിദ്ധന്മാരാരെങ്കിലും ഉണ്ടോ? വേറെ വരയേ ഇല്ലാതെ 3 വര മാത്രം ഉള്ളവർ. നമ്മുടെ കയ്യെല്ലാം മീൻ വല പോലെ ഇരിക്കും. അപ്പ കരതാളം, ദൈവത്തിൻ്റെ നാമവും ചൊല്ലി കരതാളം കൈകൊട്ടി പാടിയാൽ ഈ പക്ഷികളെല്ലാം പിരിഞ്ഞു പോകും. ഓക്കെ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ ഗോവിന്ദ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ. രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ. രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. അപ്പോൾ അങ്ങനെ പുനർജന്മമായി. ശരി, ഇപ്പൊ നമ്മൾ ജനിക്കുന്ന കാര്യം ചർച്ച ചെയ്തു. ഇനി സഹോദരന്മാർ സഹോദരികൾ ആരാ, കൂടെ ജനിക്കുന്നവരാരാണ്? ഇതെല്ലാം നമ്മുടെ പുരാണങ്ങളിലുള്ളതാണ്. സഹ ഉദരൻ, ഒരു ഗർഭപാത്രത്തിനെ പങ്കുവെച്ച്, ഉദരം എന്ന് വെച്ചാൽ വയറ്, ഒന്നിനെ പങ്കുവെച്ചവർ. ഇപ്പോ ഈ ജന്മത്തിൽ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കുറേ കാശ് മേടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചു, ചതിച്ചു. ഞാനും മരിച്ചു, അയാളും മരിച്ചു. ഭൗതിക ലോക സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് അതിനെ എഴുതി തള്ളും. ഈശ്വരൻ്റെ കണക്കനുസരിച്ച് എഴുതി തള്ളില്ല. വീണ്ടും ആ വ്യക്തികൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്ന് ജനിച്ച് ആ കണക്ക് പൂർത്തിയാക്കും. ആരാണ് എൻ്റെ സന്താനം, എൻ്റെ മക്കളൊക്കെ ആരാണ്? ഞാൻ പൂർവജന്മത്തിൽ ചെയ്ത പാപം അല്ലെങ്കിൽ പുണ്യം, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മക്കളായി ജനിച്ച് നമ്മളെ വയസ്സായ കാലത്തെല്ലാം പൊന്നുപോലെ നോക്കും. ഒത്തിരി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മക്കളായി ജനിച്ച് നമ്മളെ നിർത്തിക്കൊല്ലും. ഇത് രണ്ടും സംഭവിക്കും. പുരാണങ്ങളിലെ ഏതാ കഥ? സൂര്യനും ഇന്ദ്രനും, ഇവർക്ക് 3 ജന്മം. ഞാൻ അധിക സമയം എടുക്കൂല, ഇനി ഒരു 10-15 മിനിറ്റും കൂടെ ക്ഷമയോടെ ഇരുന്നാൽ മതി. 3 ജന്മം പുരാണങ്ങൾ പറയുന്നു. സൂര്യൻ്റെയും ഇന്ദ്രൻ്റെയും. ആദ്യം സൂര്യനും ഇന്ദ്രനും, അവരുടെ അംശമാണ് അടുത്ത യുഗത്തിൽ ബാലി സുഗ്രീവൻ. അവരുടെ ഇനിയൊരു ശക്തിയാണ് അതിൻ്റെ അടുത്തതിൽ അർജുനനും കർണനും. ഫസ്റ്റ് ആരാണ്? ഇന്ദ്രനും സൂര്യനും. അത് കഴിഞ്ഞാൽ ബാലി സുഗ്രീവൻ. ബാലി ഇന്ദ്രന്റെ മകൻ സുഗ്രീവനും സൂര്യന്റെ മകൻ അങ്ങനെ എന്തോ ആണ്. മൂന്നാമത്തത് അർജുനനും കർണൻ. കണക്ക് തീരാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ മരണം വരുമ്പോൾ വായ്ക്കരി ഇടുന്ന പരിപാടി ഉണ്ടല്ലോ, അല്ലേ? എന്തിനാണ്? ഇനി ഇവൻ ഒരു ആഗ്രഹം ഉണ്ടാ, അതിനാണ് വായ്ക്കരി ഇടുന്നത്. ആ ജീവൻ പോയതിന് ശേഷം പ്രാണൻ പോയുവെങ്കിൽ ആഗ്രഹങ്ങൾ കാണുമല്ലോ, ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. ഈ ആത്മഹത്യ, അത് ഗരുഡ പുരാണം പറയുന്നുണ്ട്. ആത്മഹത്യ, ഞാൻ 70 വയസ്സ് വരെ ജീവിക്കണം എന്നാണ് എൻ്റെ വിധി. ഞാൻ 35-ൽ ആത്മഹത്യ ചെയ്തു, ബാക്കി 35 ശരീരമില്ലാതെ ജീവിക്കേണ്ടി വരും. ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൈ മെഷീനിൽ വെച്ച് കൈ മുറിഞ്ഞു പോയി, ബാക്കിയുള്ള ജീവിതം ഞാൻ കൈയില്ലാതെ ജീവിക്കേണ്ടി വരും. കാല് ഒടിഞ്ഞു പോയി, കാലില്ലാതെ ജീവിക്കേണ്ടി വരും. അതേപോലെ എൻ്റെ ശരീരത്തിനെ ഞാൻ സ്വയം താല്പര്യം കൊണ്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിധി 60 വർഷം ഭൂമിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ 40-ൽ ആത്മഹത്യ ചെയ്താൽ ഇനി ബാക്കി എത്ര വർഷമുണ്ട്? 20. ആ 20 കൊല്ലം ആ ജീവൻ ആ വീട്ടിൽ തന്നെ കാണും. കഴിക്കണമെന്നുണ്ട്, ചിരിക്കണമെന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ശരീരമില്ല. അപ്പം എന്ത് ചെയ്യും ആ ജീവൻ? ആ വീട്ടിൽ തന്നെ വളരെ ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാളുടെ ദേഹത്ത് ഇടിച്ചു കയറും. ആ ദേഹത്ത് 2 ജീവൻ ഉണ്ടാകും. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നല്ല. ചോറ്റാനിക്കര എത്ര പേര് പോയിട്ടുണ്ട്? എല്ലാവരും പോയിട്ട് അവിടെ കണ്ടിട്ടുണ്ടോ ഈ കാഴ്ച?
സ്ത്രീ ശബ്ദത്തിൽ സംസാരിക്കും, പെട്ടെന്ന് പുരുഷന്റെ ശബ്ദത്തിൽ ശബ്ദമായിരിക്കും. അവരെയൊന്നും പിടിക്കാൻ പറ്റില്ല. 4-5 പേരൊക്കെ പിടിച്ച് കയറും പിടിച്ച് കെട്ടിവെച്ചാലും വലിച്ചിടും. ഭയങ്കര ശക്തിയാ. 4 ആളുടെ ഭക്ഷണം കഴിക്കും. കാരണം എന്താണ്? ഒരു ശരീരത്തിനകത്ത് എത്ര പേരാ? 2 പേര്. ഇത് സാധ്യം. ഭാഗവതത്തിൽ പറയുന്നു, ദ്വന്ദ്വകാരി മുളയ്ക്കകത്ത് കയറിയിരുന്നു. ദ്വന്ദ്വകാരിക്ക് മോക്ഷം കിട്ടാതെ കാരണം അവൻ അകാല മൃത്യു, സമയം തികഞ്ഞല്ല ദ്വന്ദ്വകാരി മരിച്ചത്, അടിച്ചു കൊന്നു, അകാല മൃത്യു. അപ്പൊ സമയമാകുന്നവരെ ഈ ദ്വന്ദ്വകാരി എവിടെയെങ്കിലും ഇരിക്കണ്ടേ? എവിടെ കയറിയിരുന്നു? മുളയിൽ കയറിയിരുന്നു. ഇതെല്ലാം സത്യമാണ്. അപ്പോ ദേവേന്ദ്രനും സൂര്യനും ഭഗവാൻ ഒരു പരീക്ഷണം വെച്ചു ഇവർ 2 പേർക്കും, സൂര്യനും ദേവേന്ദ്രനും. 2 പേരെടുത്തും പറഞ്ഞു, നീയാണ് കേമൻ, ഇന്ദ്ര നീയാണ് ദേവന്മാരുടെ അധിപതി. സൂര്യന്റെ അടുത്ത് പറഞ്ഞു, നീയാണ് ഗ്രഹങ്ങൾക്ക്. 2 പേരെടുത്ത് പറഞ്ഞപ്പോൾ 2 പേരും വിചാരിച്ചു ഞാനാണ് ലീഡർ. മത്സരം. ആ മത്സരം അടുത്ത ജന്മത്തിൽ തുടർന്നു. അവിടെ പകയായി, ശത്രുതയായി. ആർക്ക്? ബാലിവനും സുഗ്രീവൻ, ബാലിക്കും സുഗ്രീവനും. അവർ വീണ്ടും അർജുനനും കർണനും ആയപ്പോ ആ ശത്രുത വളരെ, എന്താ പറയാ, ഫസ്റ്റ് ഡേ ആണ് കർണനെ കാണുന്നത് അർജുനൻ. 12 വർഷ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു. ദ്രോണാചാര്യർ പാണ്ഡവരെ 5 ദുര്യോധനാദികൾ 100 വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഓരോരുത്തരുടെ പരാക്രമം തെളിയിക്കാൻ പറഞ്ഞു. ദുര്യോധനൻ വന്ന് ഗദാപ്രയോഗം, യുധിഷ്ഠിരൻ വന്ന് കുന്തം, ഭീമൻ ഗദാപ്രയോഗം, നകുല സഹദേവന്മാർ കുതിരയെ തെളിക്കുന്നത്, അർജുനൻ അമ്പും വില്ലും കൊണ്ട്, കണ്ണ് കെട്ടിയും കണ്ണ് തുറന്നു വെച്ചും ആകാശത്തിൽ ഭൂമിയിൽ നിന്ന് ഗംഗയെ കൊണ്ടുവന്നു. ഒരു അസ്ത്രം അയച്ചപ്പോൾ ഭൂമിയിൽ നിന്ന് ഗംഗയെ ഉത്ഭവിച്ചു, മഴ പെയ്തു. മുഴുവൻ സദസ്സും പറഞ്ഞു, അർജുനനെ പോലെ മഹാധീരൻ വേറെ ആരുമില്ല. അപ്പോഴാണ് കർണൻ വരുന്നത്. ആദ്യമായിട്ടാണ് ഇവരെല്ലാവരും കർണനെ കാണുന്നത്. കണ്ട നിമിഷം തന്നെ അർജുനന് കർണന്റെ അടുത്ത് പകയായി, കർണനും അർജുനന് പകയായി. എന്താ കാരണം? ഇവരെ മുൻപരിചയമുണ്ടോ? എവിടെ തൊട്ട് തുടങ്ങുകയാണ്? പൂർവജന്മം തൊട്ട്. അപ്പോ ചില ആത്മാക്കൾ കണക്ക് തീർത്തില്ലെങ്കിൽ വീണ്ടും 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 ജനിച്ചുകൊണ്ടേയിരിക്കും, ഒരുമിച്ച് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് മരണം കഴിഞ്ഞ ഉടനെ വായ്ക്കരിയിട്ട് പാലൊഴിച്ച് തുളസി തീർത്ഥം വെച്ച് രാമായണം വായിച്ച്, അത് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. അത്ഭുതകരമായ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം. എത്ര പേര് പോയിട്ടുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രം? അവിടെ ഈ മരണം ആ ക്ഷേത്രത്തിന്റെ നടയിലാണ്. മുന്നിൽ ഗംഗ ഒഴുകുന്നു, മണികർണിക കടവ്. എല്ലാ ശവങ്ങളെയും കൊണ്ടുവന്ന് ശിവക്ഷേത്രത്തിന്റെ നടയിലാണ് കത്തിക്കുന്നത്. എന്ത് പറഞ്ഞിട്ട് ഓടി വരും? റാം നാം സത്യ ഹെ, റാം നാം സത്യ ഹെ. ഇത് പറഞ്ഞു കൊണ്ടുവരും. വിശ്വനാഥന്റെ നടയിൽ എന്താണ് അവിടെ പറയുന്നത്? കാശി മഹാത്മ്യം. കാശിയിൽ ചെന്ന് പ്രാണൻ വിട്ടുകഴിഞ്ഞാൽ വിശ്വനാഥനും വിശാലാക്ഷിയും വന്ന് ആ മരിച്ചാളുടെ വലത്തെ ചെവിയിൽ രാമ 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 എന്ന് 3 തവണ ചൊല്ലും. വീണ്ടും ആ ജീവൻ ഭൂമിയിൽ ജനിക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും പുരാണങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. ആ കടവിലാണ് കാവൽക്കാരനായിട്ട് രാജാ ഹരിശ്ചന്ദ്രൻ നിന്നത്. ഓർമ്മയുണ്ടോ? ഹരിശ്ചന്ദ്രൻ ആ ശ്മശാനത്തിൽ കാവൽക്കാരനായിട്ട്. മണികർണിക കടവ്. അവിടെ ആര് മരിച്ചാലും മഹാദേവൻ വന്ന് പറയും രാമ 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 എന്ന് 3 തവണ ചൊല്ലും. അപ്പോൾ ഇതൊന്നും നമ്മൾ വിശ്വസിച്ചില്ല, ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ പുനരപി ജനനം പുനരപി മരണം പുനരപി ജഠരീ ജനനീ ശയനം ഇതി സംസാര വിമോചന മാർഗം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഈ പച്ച കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന മോളില്ലേ ഫ്രണ്ടിൽ, ഒന്ന് എണീറ്റ് തിരിഞ്ഞ്. ഓ വേണ്ട, ഇരുന്നോ. താങ്ക് യു. അതായത് ഇപ്പം കേരളത്തിൽ ആരും അങ്ങനെ മുടി പിന്നാറില്ല. പെൺകുട്ടികളൊക്കെ ഇങ്ങനെ മുടി പിന്നൂല്ലേ, അതൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനായി തോന്നുന്നു. ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോ ഇവിടെ മുടി പിന്നിയത്? ആരുമില്ല, അതൊക്കെ പോയി. ഇതിനെ സംസ്കൃതത്തിൽ വേണി എന്ന് പറയും. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല. വേണി എന്ന് പറയും. കേരളത്തിൽ എന്ത് പറയും?
എന്തെങ്കിലും പറയും. വേണി, ത്രിവേണി സംഗമം കേട്ടിട്ടുണ്ടോ? വേണി, അതായത് ത്രിവേണി, നമ്മൾ അലഹാബാദിൽ ത്രിവേണി സംഗമത്തിൽ പോയാൽ 3 നദി, ഗംഗ, യമുന, സരസ്വതി. പക്ഷെ 2 കാണാൻ പറ്റുള്ളൂ. ഗംഗയും യമുനയെ കാണാൻ പറ്റുള്ളൂ, സരസ്വതി കാണാൻ പറ്റില്ല. സരസ്വതി അന്തർലീനമായിട്ടാണ്. 3 ഉണ്ട്, എന്നാൽ 2 കാണാം. അതിനെ ആ വേണി എന്ന് പറയുന്നത്. പെൺകുട്ടികളുടെ തലമുടി 3 സെറ്റ് മുടി. പക്ഷേ ഇതിങ്ങനെ ഇങ്ങനെ ആക്കി വരുമ്പോൾ എത്ര ഉണ്ടാകും? 2 ഉണ്ടാവുള്ളൂ. 3ാമത്തത് എവിടെ? കാണാൻ പറ്റില്ല. ശങ്കരാചാര്യർ പറഞ്ഞു 3 വസ്തുക്കൾ. 1 ഞാൻ, 2ാമത്തത് എൻ്റേത്. നമുക്കെല്ലാവർക്കും ഈ 2 കാര്യങ്ങളിലുള്ള താല്പര്യം. ഞാനും എൻ്റേതും. ഞാൻ നന്നായിരിക്കണം, എൻ്റെ കുടുംബം നന്നായിരിക്കണം, എൻ്റെ ജോലി ശരിക്കണം, എൻ്റെ ആരോഗ്യം നന്നായിരിക്കണം, എൻ്റെ കുടുംബം ശരിയായിരിക്കണം, എൻ്റെ പൈസ, ഞാനും എൻ്റേതും. ഈ 2 സെറ്റ് മുടിയെ ചേർത്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റാത്ത 3ാമത്തെ സെറ്റ് മുടിയാണ്. അതാണ് ഈശ്വരൻ. ഈ 3 സെറ്റില്ലാതെ വെറും 2 സെറ്റ് കൊണ്ട് ഇങ്ങനെ ആക്കാൻ പറ്റുമോ? പറ്റില്ല. 3ാമത്തത് അതേപോലെ ദൈവമുണ്ടെങ്കിൽ മാത്രമേ ഇത് ത്രിവേണിയായി മാറുള്ളൂ. ഞാനും എൻ്റേതും ഒരുമിച്ചുണ്ടാകുള്ളൂ. അതേപോലെ ഈ ശരീരത്തിലിരുന്ന് പ്രാണൻ പോകുന്ന നേരം ദൈവത്തിനെ സ്മരിച്ചാൽ അവൻ ജീവിതമാകുന്ന പരീക്ഷയിൽ ജയിച്ചു, പുനർജന്മമില്ല. അല്ലെങ്കിൽ അവൻ പരീക്ഷയിൽ തോറ്റു, വീണ്ടും ജനിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ 18,000 ശ്ലോകവും പറഞ്ഞ് അവസാനത്തെ ശ്ലോകം പറയുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനോ തം നമാമി ഹരിം പരം. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ദിവസം ഒരു 10 മിനിറ്റ് ഈ മനസ്സിനെ എന്താ പറയുക, ഇത് ഒരു തരംഗം, ചലനം, ഇതിനെ സൂക്ഷിക്കണം. മനസ്സാണ് ഏറ്റവും വലിയ ശത്രു. ഭാഗവതം പറയുന്നു മനയേവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷയെ. നിന്റെ ബന്ധനത്തിനും നിന്റെ മോക്ഷത്തിനും കാരണം നിന്റെ മനസ്സ് തന്നെയാ. എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമാണോ? ആർക്കും ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഐസ്ക്രീം. നിങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം തന്നു ഒരു കപ്പിൽ. കപ്പെല്ലാം വയർത്തിരിക്കുക, അങ്ങനെ തുള്ളി തുള്ളിയായിട്ട്. ഇനിയിപ്പോൾ എടുത്ത് വായിൽ വെച്ചാൽ തൊണ്ടയിൽ കൂടെ അങ്ങനെ സ്ലിപ്പായി ഐസ്ക്രീം പോകും. നമ്മൾ കഴിക്കാൻ തയ്യാറായി, ഉടനെ ഫോണ് വന്നു. ഹലോ, എൻ്റെ സഹോദരൻ ബൈക്ക് ആക്സിഡൻറ്റ്, കാർ ആക്സിഡൻറ്റിലായി ആശുപത്രിയിൽ അഡ്മിറ്റായി. മെസ്സേജ് കിട്ടി, സന്ദേശം കിട്ടി. ഇപ്പോൾ ഞാൻ ഐസ്ക്രീം ആസ്വദിക്കോ ഇല്ലേ? ചിലർ കഴിച്ചിട്ടേ പോവുള്ളൂ, എന്നാലും ആസ്വദിക്കോ നമ്മൾ? ഇല്ല. എന്തുകൊണ്ടാ? ഐസ്ക്രീം ചീത്തയായോ? ഇല്ല. മനസ്സാണ് തീരുമാനിക്കുന്നത്. അടുത്ത നിമിഷം ചിരിക്കണോ വേണ്ടേ, കരയണോ ദുഃഖിക്കണോ, എല്ലാം തീരുമാനിക്കുന്നത് ആ മനസ്സാ. ആ മനസ്സിനെ അർജുന നീ മിത്രമാക്കി കഴിഞ്ഞാൽ ജീവിതം സുഖകരം. ആ മനസ്സിനെ നീ ശത്രുവാക്കി കഴിഞ്ഞാൽ നിന്റെ ഓരോ ക്ഷണവും നീ ദുഃഖിച്ച് ജീവിക്കേണ്ടി വരും. 2 കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി. പഴയ അന്നുകാലത്തുള്ള പെൻസിൽ ഓർമ്മയുണ്ടോ? ഈ കല്ല് എഴുതുന്ന എന്താ പറയുക, സ്ലേറ്റ്, കല്ല് സ്ലേറ്റും പഴയകാലത്തെ പെൻസിലൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ല, എല്ലാവർക്കും ഓർമ്മയുണ്ട്. 2 കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി. ഒരു കുട്ടിയുടെ പെൻസിൽ പൊട്ടി. അത് കരയാൻ തുടങ്ങി. അയ്യോ എൻ്റെ പെൻസിൽ പൊട്ടി, അമ്മ വീട്ടിൽ പോയാൽ വഴക്ക് പറയും എന്ന് കരച്ചിലോട് കരച്ചിൽ. 2ാമത്തെ കുട്ടിയുടെ പെൻസിൽ പൊട്ടി. ആ കുട്ടി ചിരിക്കാം, 1 പൊട്ടി 2 കിട്ടി, 1 പൊട്ടി 2 കിട്ടി. നമ്മൾ ആരെ പോലെയാ? ആദ്യത്തെ കുട്ടിയെ പോലെയാണോ 2ാമത്തെ കുട്ടിയെ പോലെയാണോ? ലൈഫിൽ ആരെ പോലെയാ? ആദ്യത്തെ കുട്ടിയെ പോലെ. പരാതി പരിഭവം ദുഃഖം, അത് ശരിയല്ല ഇത് ശരിയല്ല, ഉച്ചയ്ക്ക് പോയപ്പോൾ എനിക്ക് പപ്പടം കിട്ടിയില്ല, അച്ചാറ് കിട്ടിയില്ല, അത് നടന്നില്ല, ഇത് നടന്നില്ല, പരാതി. 2ാമത്തെ കുട്ടികളെ പോലെയാണ്. അവർക്ക് ജീവിതത്തിൽ സുഖം കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഇതെല്ലാം തീരുമാനിക്കുന്നത് എൻ്റെ മനസ്സാണ്. അതുകൊണ്ട് അർജുന നീ മനസ്സിനെ ഉദ്ധരിക്കണം. ത്രായത്തെ ഇതി മനഃ, മന്ത്ര, മൻ എന്ന് വെച്ചാൽ മനസ്സ്, ത്രായത്തെ മനസ്സിനെ അഴുക്കിലിരുന്ന് ഉദ്ധരിക്കുക. ത്രായത്തെ ഇതി മനഃ. ദിവസവും ഒരു 10 മിനിറ്റ് മന്ത്രജപം. ശരീരം നന്നായിട്ട് വെക്കാൻ നമ്മൾ ഓടുന്നു, ചാടുന്നു, എക്സസൈസ് ഒക്കെ ചെയ്യുന്നു. മനസ്സ് നന്നാക്കി വെക്കാൻ ഒരു 10 മിനിറ്റ് മന്ത്രജപം. മനസ്സ് സ്ട്രോങ് ആവും. ആരെങ്കിലും വന്ന് നമ്മളെ വഴക്ക് പറഞ്ഞാൽ
ചേട്ടാ വഴക്ക് പറഞ്ഞോ? നന്നായിട്ടുണ്ട് കേട്ടോ, ഒരിക്കൽ കൂടെ പറയൂ. കാരണം ഉള്ളിൽ ഒന്നും കൊള്ളൂല, മനസ്സ് സ്ട്രോങ് ആയി കഴിഞ്ഞു. ആ രണ്ടാമത്തെ കുഞ്ഞിനെ പോലെ പെൻസിൽ പൊട്ടി, അതിന് കരച്ചിൽ വരുന്നില്ല, സന്തോഷം വരുന്നു. ഭാഗവതം പറയുന്നു, നാമസങ്കീർത്തനം യസ്യ, ഈ മന്ത്രം, അതും ഏത് മന്ത്രം? ഭഗവത് നാമം. ഇത് മാത്രമേ കലിയുഗത്തിലുള്ളൂ. ആ ബ്രഹ്മഭുവനാസ് പര്യന്തം സർവം മായാമയം ജഗത് സത്യം സത്യം പുനഃ സത്യം ഹരേർനാമൈവ ഹി കേവലം. ആ ബ്രഹ്മലോകം തൊട്ട് പാതാളം വരെ എല്ലാം മായയാണ്. ഒരേ ഒരു പരമസത്യം, സത്യം സത്യം പരം സത്യം, ഹരേർനാമൈവ ഹി കേവലം, ഹരിയുടെ നാമം മാത്രം. അപ്പോൾ ഈ ഒരു അഭ്യർത്ഥനയോടെ ഞാൻ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കീ ജയ.